വർക്കലയിൽ കേരള എക്സ്പ്രസിൽ നിന്നും അക്രമി തള്ളിയിട്ട പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. മതിയായ ചികിത്സ നൽകുന്നില്ല എന്ന കുടുംബത്തിന്റെ ആരോപണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് തള്ളി. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. പ്രതി സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു. ശ്രീകുട്ടിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ പ്രതി ആക്രമിച്ചു എന്നാണ് എഫ്ഐആറിലെ പരാമർശം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ശ്രീകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ അപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നത്. അപകടനില തരണം ചെയ്തു എന്ന് പറയണമെങ്കിൽ 48 മണിക്കൂർ കഴിയണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇന്നലെ വന്നതിന് ശേഷം നമ്മൾ കൊടുക്കാവുന്ന, കേരളത്തിൽ കിട്ടാവുന്ന ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അക്കാര്യം ഉറപ്പുവരുത്തണമെന്ന് നമുക്ക് നിർദ്ദേശം കിട്ടിയിരുന്നു. അത് പഴുതടച്ച രീതിയിലുള്ള ചികിത്സകളാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അതിപ്രഗത്ഭരായ പ്രൊഫസർമാരുടെ ഒരു ടീം ആണ് ചികിത്സിക്കുന്നത്. എന്തായാലും ശ്രീകുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് ചികിത്സ കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു മെഡിക്കൽ ബോർഡിന് രൂപം നൽകിയിട്ടുണ്ട്. ന്യൂറോ വിഭാഗം ഡോക്ടറെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് രൂപം നൽകിയിരിക്കുന്നത്. ഈ സംഘം കൃത്യമായി ശ്രീകുട്ടിയുടെ ആരോഗ്യനില പരിശോധിക്കുന്നുണ്ട്. എന്തായാലും 48 മണിക്കൂർ നിർണായകമാണ്. ഞാൻ കയറി കണ്ട അത്ര സമയം വെച്ചിട്ട് ഒരു ഡെഡ് ബോഡി കിടക്കുമ്പോഴേ സത്യം പറഞ്ഞ കൊച്ചവിടെ കിടക്കണത്. അത് എനിക്കറിയാം. അങ്ങനെയാണ് കിടക്കണത്. പാതി കണ്ണടച്ച് ഒരു തൊടുമ്പോ ഫുൾ ഐസാണ്, ദേഹം മൊത്തം ഐസാണ്. അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. അതാണ് സത്യം. എഫ്ഐആറിൽ ഗുരുതരമായ കുറ്റങ്ങളാണ് ഈ സുരേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രകോപനവുമില്ലാതെ ചവിട്ടി കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ശ്രീകുട്ടിയെ ചവിട്ടി പുറത്തേക്ക് തള്ളുകയായിരുന്നു എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ സുരേഷിനെതിരെ മുൻപും പല ക്രിമിനൽ കേസുകളിലും പ്രതിയായിട്ടുണ്ടെന്നും മോഷണ കേസിലും പോക്കറ്റടി കേസിലും അടക്കം സുരേഷ് പ്രതിയായിട്ടുണ്ടെന്നും ഈ എഫ്ഐആറുമായി ബന്ധപ്പെട്ട പോലീസിന്റെ തുടർ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. രാവിലെ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. റെയിൽവേ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യചിഹ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. റെയിൽവേ സുരക്ഷ അത് കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നുള്ള ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.